എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മഴയ്ക്കൊക്കെ ശേഷം ഞാൻ എൻ്റെ റോസാ ചെടികളെ നമ്മുടെ മുറ്റത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കവുങ്ങുണ്ട്, അതിന് ചുറ്റായിട്ട് ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുറ്റത്തെ പുല്ലുപറിയും ക്ലീനിങ്ങൊക്കെ ഇതിന് മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിന് ശേഷം എല്ലാം ക്ലീനാക്കിയതിന് ശേഷം അതിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വളങ്ങളും ഞാനിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഇത് ഒരു നാടൻ റോസാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പൂവാണ് ഇതിൻ്റെ, നല്ലൊരു പിങ്ക് കളറാണ്. അതുപോലെ തന്നെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു വലിയ പ്ലാന്റാണ്, കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ചെടിയാണ്. അതേപോലെ അടുത്ത് നിൽക്കുന്നത് ഒരു ബഡ് റോസാണ്. അതുമ്മേ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ കുരുടിപ്പും കാര്യങ്ങളൊക്കെ മഴയുള്ള സമയത്ത് വന്നെങ്കിൽ കൂടി അതിപ്പോൾ വെയിലത്തേക്കൊക്കെ മാറ്റി വെച്ച് വളങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. ഇത് നമ്മുടെ സ്നോ റോസാണ്. അതിലും ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കായിരുന്നു മഞ്ഞളിച്ചിട്ട്, അതൊക്കെ റെഡിയായി പുതിയ തളിരുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അതിൽ ചെറിയ ചെറിയ തളിരുകൾ വന്നു തുടങ്ങുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ റോസ്. അത് വളർത്താൻ ഇഷ്ടമാണ്, അതിൻ്റെ പൂക്കൾ കാണാനും ഇഷ്ടമാണ്. ഇത് ഒരു കാശ്മീരി റോസാണ്. നല്ലൊരു എന്താ പറയുക, ഒരു മെജന്ത കളറാണ് കേട്ടോ അതിൻ്റെ പൂവിൻ്റെ. റെഡും അല്ല പിങ്കും അല്ലാത്ത കളറാണ്. അപ്പോൾ അതേ പൂ ഇരിഞ്ഞിട്ടുണ്ട്. ക്യാമറയിൽ ആ കളർ കറക്റ്റായിട്ട് അറിയുന്നില്ല, അത് മഴയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പൂ ഇങ്ങനെ ഒടിഞ്ഞ് എടുക്കുക. അപ്പോൾ ഇതും ഒരു ബഡ് റോസാണ്. അതിലൊക്കെ ഇതേ പുതിയ തളിരുകളൊക്കെ വന്ന് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് എല്ലാത്തിനും ഇന്ന് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി മഴയൊക്കെ ആയിട്ട് അധികം വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ഇട്ട് കൊടുത്തത് ചാണകപ്പൊടിയും എല്ലുപൊടിയാണ് കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാ ചെടികളിലെ കടക്കിൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കട ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ 2 റോസ് ഞാൻ നിലത്തും വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതളുകൾ കുറഞ്ഞിട്ടുള്ള ഒരു നാടൻ റോസാണ്. ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും നേരത്തെ കാണിച്ചില്ലേ ഒരു വലിപ്പമുള്ള പൂവ്, അതിൻ്റെ ചെറിയ ഞാൻ കമ്പ് കുത്തി ചട്ടിയിൽ പിടിപ്പിച്ചിട്ട് അത് മാറ്റി നട്ടേക്കണതാണ് കേട്ടോ. അതിനും ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബട്ടൺ റോസാണ്, നല്ല റെഡ് കളറിലുള്ള ബട്ടൺ റോസ്. അപ്പോൾ എല്ലാത്തിൻ്റെ കടയിൽ കണ്ടില്ലേ ഞാൻ വളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാന്തി വെച്ചിട്ടൊന്ന് മാന്തി ഇളക്കിയിട്ട് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ വളം തന്നെ ഇപ്പോൾ ധാരാളം. അപ്പോൾ ഇതൊന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഓർഗാനിക്കായിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം. മഴയായ കാരണം അതൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഇതളുകൾ കുറഞ്ഞ ഒരു ചെടി, അതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ ഇത് ഞാൻ കമ്പ് കുത്തി മുളപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ദേ ബഡ് റോസിലൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ റോസാ ചെടികളെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് നല്ല നീളത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമ്മേ മുട്ടുകളുള്ള കാരണം ഞാൻ വെട്ടാണ്ട് നിർത്തിയതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ചെടിയുമ്മലേക്ക് ഞാൻ ചാരി വെച്ചേക്കാം. അപ്പോൾ ഈ പൂവ് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കവുങ്ങിൻ്റെ കടയിലായിട്ട് നമ്മുടെ ടർട്ടിൽ വൈന് ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭംഗിയല്ലേ വെച്ചിട്ട് ഞാൻ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് പറിച്ച് കളഞ്ഞില്ല. അപ്പോൾ കാണുമ്പോഴൊരു രസമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ചെടികളിൽ പൂക്കൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ഞാൻ അപ്ഡേഷൻസ് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.